ഹലോ, എല്ലാവർക്കും സുഖമാണോ? എനിക്കും സുഖം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ റീൽസിലൊക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ അമ്പൂരിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അമ്പൂരിയിലെ നാട്ടുകാരിയായ ബിന്ദു ടീച്ചറിൻ്റെ കൂടെയാണ് ഇന്നത്തെ യാത്ര. ബിന്ദു ടീച്ചറാണ് ഞങ്ങളെ ഇന്ന് അമ്പൂരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് അഗസ്ത്യാർ റോഡ്. നെയ്യാർ ഡാം വഴിയാണ് ഇപ്പോൾ നമ്മൾ അമ്പൂരിയിലേക്ക് പോകുന്നത്. ഈ അമ്പൂരി നെയ്യാറിൻ്റെ തീരത്തെ ഒരു കുടിയേറ്റ ഗ്രാമമാണ്. ഇതാണ് അമ്പൂരിയിലെ പൂച്ചമുക്ക് എന്ന് പറയുന്ന ഗ്രാമം. ഇവിടെയാണ് 2001 നവംബർ 9 ഉരുൾപൊട്ടലുണ്ടായത്. അത് നമ്മുടെ ബിന്ദു ടീച്ചറിൻ്റെ വീട് കഴിഞ്ഞ് ഒരു 4ാമത്തെ വീട്. ഇതാണ് നമ്മുടെ ബിന്ദു ടീച്ചറിൻ്റെ വീട്. ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇതാണ് ആ കാണുന്ന വീട്. അങ്കിളെന്താ പള്ളിയിൽ പുറത്തോട്ട് നടക്കാൻ പോകുമായിരുന്നു? സുഖമായിട്ട് പോകുന്നു അങ്കിളെ. ഇതാണ് CD തോമസ് അങ്കിള്. ഈ അങ്കിളിൻ്റെ വീടാണ് അന്ന് ഉരുൾപൊട്ടലിൽ മൊത്തത്തിൽ നശിച്ചത്. അങ്കിളിൻ്റെ ഭാര്യ, മക്കള്, കുഞ്ഞുമക്കള് ഒക്കെ അങ്കിളിന് നഷ്ടമായി. അന്ന് അവിടെ അങ്കിളിൻ്റെ മകൻ്റെ മനസ്സമ്മതമായിരുന്നു. അപ്പോൾ ആ മനസ്സമ്മതത്തിന് വന്ന ബന്ധുക്കളൊക്കെയാണ് ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. ഇത് അങ്കിള് പിന്നീട് വെച്ച വീടാണ്. ക്ലാസ് വരെ അക്കടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കയറി നടന്ന് ഇപ്പൊ നമ്മൾ കേറില്ല വീട്. ആ വീടിന്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വീട്. പണ്ടത്തെ വീട് ഇതിനപ്പുറത്തായിരുന്നു പണ്ടത്തെ. എന്നാലും അത്യാവശ്യം ഞാൻ പൊങ്ങിച്ചാവാതെ നീക്കും. പാലം കണ്ടോ? പുലിയാണ് പുലി. ടീച്ചർ ആരാ മോള്? ബാലൻസ് ചെയ്ത് പോവാ. വീഡിയോ എടുക്കട്ടെ. ആ ബാക്കിലിരിക്കണ ചേച്ചി പോലെ. ഒരു പ്രാക്ടീസ് തന്നെ ഉണ്ടാവും അല്ലേ? ഈ പ്രാക്ടീസ് തന്നെ അത് ആ മലയാണോ? കണ്ടു. ഇതോ ടീച്ചർ ഈ വീഡിയോ ഇപ്പം കണ്ട ഇങ്ങനെ ഇരിക്കും. ചെറിയൊരു ബലം പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തിനെ ഒരു മസിൽ വരും. അമ്മ ഷോറൊക്കെ കൊണ്ടുവന്നു അവി പറയുന്നു. എടാ, അല്ലെങ്കിൽ ഇവർ വിചാരിക്കും ഈ ബിന്ദു ടീച്ചർ എന്തൊരു പൊങ്ങച്ചമായിരുന്നു അവിടെ ഒന്ന് അടിച്ചത്. ഇവിടെ ഒന്നും കാണാം. അനുജ വീഡിയോ പാലം നല്ല വീതിയാണ്. നല്ല വീതി. വണ്ടി പോകും. വണ്ടി നമ്മുടെ വീട് പൂച്ചമുക്കിലെ വീടില്ലേ, മുറ്റം മുഴുവൻ പോകും. റോഡ് വീതി കൂട്ടും. എന്നാലേ ഇതുമായിട്ട് വീതിയാവും. ഇതിപ്പം അനുജ കൊറേ നല്ലത് എടുക്കണേ, ഇന്നല്ലെങ്കിൽ നാളെ. അധ്വാനിക്കുന്ന വരുന്നുണ്ട്. കാണാൻ പറ്റില്ല. വെയിലടിക്കുന്ന ഒരു ഡാർക്കായി വരുന്നുണ്ട്.
നീ കള്ളം ഞാനിവിടെ വന്നിട്ടുണ്ടോ ഞാൻ ഇവിടെ കൊണ്ടുപോയി അക്കരെ പോയി അവിടെ എല്ലാം പറഞ്ഞു. പണ്ടൊരിക്കലേ വണ്ടി ഈ വള്ളത്തിന്റെ കൂടെ ഇതാ ഞങ്ങളുടെ അങ്കിളിന്റെ അപ്പച്ചന്റെ വീടായിരുന്നു. അപ്പച്ചനൊക്കെ മരിച്ചു. ഒരു ചെറിയ ഓടിയുള്ള ഒരാൾക്ക് പോവാം. അപ്പൊ സ്കൂൾ വിട്ട് ഇഷ്ടം പോലെ കുട്ടികൾ അവിടെ നിൽക്കുക. ഈ അപ്പച്ചൻ ഈ ഓടിവെള്ളത്തിൽ അക്കരെ വന്നു. എന്നോട് നീ അക്കരയ്ക്ക് പോകുന്നത് ഞാൻ പോകാം. ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ അതിൽ കയറി പകുതി ദൂരത്തിയോ കാറ്റ് കൊണ്ട് തിരിച്ച് അവിടെ ചെന്നെടുത്തു. അവിടെ നിന്ന് പയ്യന്മാര് കൂവലോട് പോലെ ഈ വെള്ളം ഇവിടെ ആയോണ്ട് വരാൻ താമസിച്ചു. ഇപ്പൊ പിള്ളേരും കുറവ്. ഞങ്ങളെ കയറുന്ന 4-5 വെള്ളം കുട്ടികൾ. അതാണ് എന്റെ വീട്. കാണാനുണ്ട് നമ്മളെ. ഞാൻ അനുജൊരു കഥ പറഞ്ഞില്ലേ? പാലത്തിന്റെ താഴത്തെ മറ്റേ ആട്ട ബ്രിഡ്ജില്ലേ, അത് ഫുൾ കണക്റ്റഡ് അല്ല, ഏകദേശം അങ്ങനെയോട് കുറഞ്ഞോ വയ്യായിക. ഒന്ന് കയറി പോരാ, ചൂടടിക്കാൻ. ഇതാണ് ഞങ്ങളുടെ വീട്. ഈ കട ഷീറ്റ് ഇട്ടതാ. മറ്റേ ഷീറ്റ് വിരിച്ചിട്ടേക്കുന്നു. വള്ളത്തിരുന്നത് കണ്ടില്ലേ? അത് അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ എത്ര വയസ്സ് വരെ ടീച്ചർ ഉണ്ടായിരുന്നു? ടീച്ചർ ഞാൻ 10ാം ക്ലാസ് വരെ ഇവിടെ നിന്നല്ലേ പോയത്. ഇതാണ് പാലത്തിന്റെ കണക്ഷൻ. നല്ല വീതിയുള്ള പാലം. അയ്യോ നമ്മൾ വേറെ വല്ലവരും കണ്ട എന്നെ പൊന്നെ ഇത് കാണുന്ന എന്റെ വീടരുത് കാരണം ഞാൻ ഈ വർഷത്തിലാണ്. അങ്ങനെ ലിസ ആൻറ്റിയും പരിചയപ്പെട്ട് ഇനി നേരെ പോകുന്നത് പന്തപ്ലാമൂട് പാലം കാണാനാണ്. ഈ പാലം ആണ് നമ്മുടെ പല റീൽസിലും ഹിറ്റായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പൂരി ബ്രിഡ്ജ്. ഈ പന്തപ്ലാമൂട് പാലം നെയ്യാർ ഡാമിൻ്റെ കുറുകെയാണ്. അടിപൊളി വ്യൂ ആണല്ലേ ഇത്. ഒരു സൈഡിൽ നിന്ന് വണ്ടി വന്നാൽ നമ്മൾ മാറി നിന്ന് കൊടുത്തേ പറ്റും. ഒരു ഓട്ടോയ്ക്ക് പോകാൻ പറ്റും, കാറിനൊന്നും പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഈ പാലം കടന്നു ചെന്നാൽ നമുക്ക് ആനകുളം വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതുവഴിക്ക് പിന്നെ നമുക്ക് റൈറ്റ് തിരിഞ്ഞ് ഒരുപാട് പോവുകയാണെങ്കിൽ തമിഴ്നാട് ബോർഡറാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം ഒത്തിരി ലേറ്റായി. ഈ പാലത്തിൽ വരാനായിട്ട് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് ഒരു 250 മീറ്റർ പോയാൽ മഹാദേവ ക്ഷേത്രത്തിൽ തൊട്ട് മുമ്പേ നിന്ന് ലെഫ്റ്റിലേക്ക് 1 കിലോമീറ്ററോളം വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് എത്തിച്ചേരാം. ഈ അമ്മമ്മയുടെ പേര് മഹേശ്വരി എന്നാണ്. ഈ അമ്മമ്മ താമസിക്കുന്നത് ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓഡിയോ എനിക്ക് ജസ്റ്റ് മിസ്സായി പോയതാണ് അമ്മമ്മയുടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തോമസ് അങ്കിളിനെ പരിചയപ്പെട്ടു, ലിസ ആൻറ്റിയെ പരിചയപ്പെട്ടു, അമ്മമ്മയെ പരിചയപ്പെട്ടു. അമ്പൂരി സുന്ദരിയാണ്, അൻപുള്ളവരുടെ നാടാണ്, സ്നേഹം ഉള്ളവരുടെ നാടാണ്. വളരെ നിഷ്കളങ്കരായ ആൾക്കാരാണ് ഇവിടെ നമ്മൾ പലയിടത്തും കണ്ടത്. ഇനി നമുക്ക് തിരിച്ച് പോകാം. ഇതാണ് അമ്പൂരിയിലെ സ്കൂള്. ഇവിടെ എല്ലാം നല്ല പള്ളിയാ. ഞാൻ പറഞ്ഞില്ലേ കോട്ടയം കുഞ്ഞച്ചല് മറ്റേ രഞ്ജിനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നുണ്ട് ഈ പള്ളിയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൂച്ചമുക്ക് ഗ്രാമത്തിന് തൽക്കാലത്തേക്ക് ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.